പലിശയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുക? ഒരാളുടെ കയ്യിൽ കുറെ പണമുണ്ട്, അയാൾക്കൊന്നും ചെയ്യാനില്ല, പിന്നെ എങ്ങനെ? അപ്പൊ ആളുകൾക്കൊക്കെ കൊടുത്താൽ അവരെന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചുണ്ടാക്കും, അവർക്ക് കിട്ടുന്ന ലാഭത്തിനൊരു വിഹിതം കൊണ്ടുവരും, അപ്പൊ ഇയാൾക്ക് പണമുണ്ടാകും. എന്താണ് അതിൽ തെറ്റുള്ളത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അപ്പൊ അവിടെ കൊണ്ടുവരുന്നതിന് തെറ്റില്ല. കടം കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു, കടം കൊടുക്കുന്നതിന് വലിയ പോരിശയും പഠിപ്പിച്ചു. എന്നാൽ കടം വാങ്ങിയ ആളുകൾ അതുകൊണ്ട് ഉപകാരമെടുത്താൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോ കുറച്ചധികം കൊടുക്കൽ സുന്നത്താണ്. 1 ലക്ഷം കടം വാങ്ങി, എന്റെ ചില ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു, അങ്ങനെ അതുകൊണ്ട് കച്ചവടമൊക്കെ ചെയ്ത് എനിക്ക് നല്ല ലാഭവും കിട്ടി. 1 ലക്ഷം എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷമായി മാറി. ഞാൻ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോ വെറും 1 ലക്ഷമല്ല, ഒരു 10,000 രൂപ കൂടെ അധികം കൊടുക്കുക, അത് സുന്നത്താണ്. എന്നാൽ ചിലപ്പോൾ കടം വാങ്ങിയത് മകളുടെ പ്രസവത്തിന് ആശുപത്രിയിൽ പോകാൻ വേണ്ടിയാകും. അവിടെ വലിയ ചെലവാണ്. ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ പോയാൽ തന്നെ 1 ലക്ഷമോ 1.5 ലക്ഷമോ ഒക്കെ വരും. പാവപ്പെട്ടവന് വലിയ പ്രയാസമാണ്.